നമസ്കാരം. ഒറ്റ ദിവസം കൊണ്ട് BJP-ക്കകത്തൊരു വിള്ളലുണ്ടാക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അതായത് NDA സഖ്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് തമിഴ്നാട്ടിൽ AIDMK. ഈ AIDMK-യിൽ പിളർപ്പുണ്ടായിരിക്കുന്നു. ഒരു വിഭാഗം വിജയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു. വിജയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൊടുക്കുമെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് BJP കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നലെ വിജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില ദൃശ്യങ്ങളുണ്ട്. ഇൻസ്റ്റയിൽ പ്രത്യക്ഷപ്പെട്ട റീലുകൾ. ഈ റീലുകൾ 2 മണിക്കൂർ കൊണ്ട് തന്നെ 12 മില്യണിലധികം ആളുകൾ കണ്ടിരുന്നു. ഇവിടെ വിജയ്ക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ തമിഴ്നാടും കടന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു പിന്തുണ, വിജയ്ക്ക് കിട്ടുന്ന ഒരു പിന്തുണ, വിജയ് പെരുമ, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ NDA-ക്കൊപ്പം നിന്നിരുന്ന പാർട്ടിയിലെ പിളർപ്പ്, ഇത് BJP നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുന്നു. ആദ്യം തന്നെ BJP-യുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിന്റെ ആരോപണമാണ്. ഇൻസ്റ്റയിൽ പ്രചരിച്ചിരുന്ന വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള റീലുകൾ അത് ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ്. കോൺഗ്രസാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അത് ഇൻസ്റ്റയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിശദീകരണം. കോൺഗ്രസ് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഇൻസ്റ്റയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. കാരണം അത് ഇൻസ്റ്റയുടെ റൂൾസ് അനുസരിച്ചുള്ള വീഡിയോകൾ തന്നെയാണ്. അതിൽ മറ്റൊരു തരത്തിലുമുള്ള ഏതെങ്കിലും വ്യക്തിഹത്യയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണവും ഇൻസ്റ്റ വഴി നടത്തിയിട്ടില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ രാഹുൽ ഗാന്ധി സംബന്ധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇൻസ്റ്റയിലൂടെ പ്രചരിപ്പിച്ചത്. അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. എന്നാൽ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടിടപെട്ട് ഈ റീലുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെയും അവർ ഭയപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും അതല്ല എന്ന് പറയാൻ കഴിയില്ല. മറ്റൊരു കാരണവും ഈ വീഡിയോകൾ ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഇവിടെ തമിഴ്നാടും കടന്ന് വിജയ് പെരുമ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ പോലും വിജയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. വിജയുടെ ആരാധകർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ TVK പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. മറ്റ് പല സ്റ്റേറ്റുകളിലും വിജയുടെ TVK എന്ന് പറയുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് പ്രവർത്തകരുണ്ടാകുന്നു. തമിഴ്നാട് വിജയ് തൂത്തുവായിരിക്കുകയാണ്, തൂക്കിയെടുത്തിരിക്കുകയാണ്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. എന്തായാലും വിജയെ ഭരണത്തിൽ കയറ്റാതിരിക്കുന്നതിനു വേണ്ടി BJP പല നീക്കങ്ങളും നടത്തി. ആ നീക്കങ്ങളൊക്കെ പരാജയപ്പെട്ടു. അവസാനം BJP-ക്ക് ഒപ്പം നിന്നിരുന്ന AIDMK പോലും ഇപ്പോൾ പിളർന്നിരിക്കുന്നു, പിളർപ്പിന്റെ വക്കിലെത്തിയിരിക്കുന്നു. ഒരു വിഭാഗം വിജയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടെ നിക്കത്തള്ളിയില്ലാത്തൊരവസ്ഥയിലേക്ക് BJP പോയിരിക്കുന്നു, കേന്ദ്ര നേതൃത്വം പോയിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഇനി BJP-ക്ക് ഒരു അവസരമില്ല, BJP ഒരിക്കലും വളരില്ല, മുരടിച്ചു പോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വിജയിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്, അത്തരത്തിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ, വീഡിയോകൾ, അത് തന്നെ അവർ ബ്ലോക്ക് ചെയ്യാൻ ഒരുപ്പെട്ടു എന്നുള്ളത് BJP എത്രമാത്രം വിജയിയെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.